കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുമായി ഗ്രേസ് ടി വിയിൽ ഒരു പുതിയ അധ്യായം ഇന്നിവിടെ ആരംഭിക്കുകയാണ്. ദൈവഗീതമാണെങ്കിൽ എല്ലാ ശനിയാഴ്ചകളിലും വൈകിട്ട് 7 മണി മുതൽ വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും ചില കാര്യങ്ങൾ പഠിക്കുവാനായി നമ്മൾ ആഗ്രഹിക്കുക. എനിക്ക് കർത്താവ് തന്നിട്ടുള്ള ചെറിയ അറിവുകൾ വെച്ച് വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും ചില വിവരണങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച് ആ വിഷയത്തിൽ മുമ്പോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുക. ഈ പഠനം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ മറ്റുള്ളവർക്ക് ഇതിൻ്റെ ലിങ്കുകൾ ഷെയർ ചെയ്യുകയും ഈ പ്രവർത്തനത്തെ ഓർത്തും ഗ്രേസ് ടി വിയുടെ പ്രവർത്തനങ്ങളെ ഓർത്തും നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. എല്ലാ ദിവസവും നമ്മുടെ ദൈവിക സന്ദേശങ്ങളും മറ്റ് ഇതര മീറ്റിങ്ങുകളും നമുക്ക് ഈ ചാനലിൽ കൂടെ ലഭിക്കുന്നുണ്ടല്ലോ. മറ്റു ചില ദൈവദാസന്മാരും മറ്റു ചില ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വചന പഠന പരമ്പരകൾ ആരംഭിച്ചിരിക്കുന്ന വിവരവും നിങ്ങൾ ഈ സമയം അറിഞ്ഞിട്ടുണ്ടാകും. ഈ കാലഘട്ടത്തിൽ ഇത് അന്ത്യകാലമാണ്. അന്ത്യകാലത്തിൻ്റെ അന്ത്യനിമിഷങ്ങളാണ്, സെക്കൻഡുകളാണ്. ഏത് സമയവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സഭയെ ചേർക്കുവാനായി മടങ്ങി വരുന്ന ഒരു സമയത്തിലേക്ക് നമ്മൾ എത്തപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ തൻ്റെ സഭയെ ഒരുക്കുക എന്നുള്ളതാണ് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഗ്രേസ് ടി വിയിൽ കൂടെ വരുന്ന ഓരോ സന്ദേശങ്ങളും ദൈവമക്കളെ വരവിനായി ഒരുക്കുക എന്നുള്ളതാണ്. എന്നാൽ ഈ മാധ്യമങ്ങൾ വഴി, ഈ ഗ്രേസ് ടി വിയുടെ മാധ്യമം വഴി ധാരാളം പ്രിയപ്പെട്ടവർ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. രോഗസൗഖ്യം സംഭവിക്കുന്നുണ്ട്, കടഭാരം മാറുന്നുണ്ട്, പുതുവഴികൾ ദൈവം തുറക്കുന്നുണ്ട്. അതൊക്കെ വാസ്തവമായ കാര്യമാണ്. പക്ഷെ നമ്മുടെ ലക്ഷ്യം അതല്ല. വല്ല വിധേനയും ചിലരെ കൂടെ നിത്യതയിൽ കൊണ്ടുപോകുക, എത്തിക്കുക എന്നുള്ളതായ ഒരു ഉത്തരവാദിത്തമാണ് ഞങ്ങളെ പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അത് നിമിത്തം കഴിഞ്ഞ നാളുകളിൽ അനേക പ്രിയപ്പെട്ടവർ വിടുവിക്കപ്പെട്ടിട്ടുണ്ട്. ആത്മഹത്യ ചെയ്യാൻ പോയവരും കുടുംബജീവിതം തകർന്നവരും ഡിവോഴ്സിൻ്റെ വക്കിൽ നിന്നവരും ഒരുമിച്ച കഥകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതെല്ലാം ഈ മീഡിയ വഴിയുള്ള ശുശ്രൂഷയുടെ ഒരു ഭാഗമായി, അനുഗ്രഹമായി ഞങ്ങൾ കാണുകയാണ്. ഇന്ന് മുതൽ അല്ലെങ്കിൽ എല്ലാ ശനിയാഴ്ചകളിലും 7 മണിക്ക് 66 പുസ്തകങ്ങളിൽ, വിശുദ്ധ വേദപുസ്തകത്തിൽ 66 പുസ്തകങ്ങളാണ്. ഈ 66 പുസ്തകങ്ങളിൽ അവസാനത്തെ പുസ്തകമായ 66ാമത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം, അല്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ പുസ്തകങ്ങളുടെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകം, ഈ പുസ്തകത്തെക്കുറിച്ചും ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിച്ച്, നിങ്ങളെ പഠിപ്പിച്ച് മുമ്പോട്ട് പോകാനാണ് ക്രിസ്തുവിൽ ആഗ്രഹിക്കുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് യോഹന്നാനുണ്ടായ വെളിപ്പാടിനെ കുറിച്ചാണ്. 1ാമത്തെ ഭാഗമാണ്, പാർട്ട് 1 ആണ്. ഈ പുസ്തകം പഠിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള വേദപുസ്തകം കൂടെ തുറന്നു വെച്ച് ഒരു നോട്ട് ബുക്കും കൂടെ തയ്യാറാക്കി ഒരു പേനയും കൂടെ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് ഉചിതമായിരിക്കും. ഞാൻ പറയുന്ന വാക്യങ്ങൾ എഴുതിയെടുക്കുകയും പിന്നീട് അവസരങ്ങളിൽ നിങ്ങൾക്ക് ഫ്രീ ഉള്ള സമയങ്ങളിൽ അത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടും. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 1ാമത്തെ അധ്യായത്തിൻ്റെ മുകളിൽ എഴുതപ്പെട്ടിരിക്കുന്ന തലക്കോരി ഇങ്ങനെയാണ്: യോഹന്നാനുണ്ടായ വെളിപ്പാട് എന്നാണ്. വാസ്തവത്തിൽ ഇത് യോഹന്നാനുണ്ടായ വെളിപ്പാട് എന്ന് അവിടെ എഴുതിയിട്ടുണ്ടെങ്കിലും ഇത് യോഹന്നാന്റെ വെളിപ്പാടല്ല. യോഹന്നാൻ ഇതിൻ്റെ ഗ്രന്ഥകർത്താവല്ല.
യോഹന്നാൻ ഇതിൻ്റെ എഴുത്തുകാരനാണ്. ഇതിൻ്റെ ഗ്രന്ഥകർത്താവ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവാകുന്നു ഇതിൻ്റെ ഗ്രന്ഥകർത്താവ്. ഈ പുസ്തകം രചിച്ചത് അല്ലെങ്കിൽ ഈ പുസ്തകം എഴുതിയത് അല്ലെങ്കിൽ എഴുതിച്ചത് യേശുക്രിസ്തുവാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ അവിടെ കാണുന്നത് ഇങ്ങനെയാണ്: ആസിയയിലെ 7 സഭകൾക്ക് എഴുതുക. ഈ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: കർത്തൃദിവസത്തിൽ അവൻ ആത്മവിവശനായി. യോഹന്നാൻ ആത്മവിവശനായി എന്ന് പറയുമ്പോൾ അവിടെ ആ ഭാഗം കൂടെ ഒന്ന് പഠിച്ചിട്ട് വേണം നമുക്ക് ആ പുസ്തകത്തിലേക്ക് കയറാൻ. വയോവൃദ്ധനായിരിക്കുന്ന യോഹന്നാനാണ്, പ്രായം ചെന്ന യോഹന്നാൻ. യേശുവിൻ്റെ ക്രൂശീകരണ സമയത്ത് യേശുവിൻ്റെ അമ്മയായ മറിയയോട് കൂടെ ചേർന്നിരുന്ന ഒരു വ്യക്തി ഈ യോഹന്നാനാണ്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണ സമയത്ത് 12 ശിഷ്യന്മാർ യേശുവിന് ഉണ്ടായിരുന്നു എങ്കിലും അവരെ ആരെയും ക്രൂശീകരണ സമയത്ത് ക്രൂശിൻ്റെ ചുവട്ടിലില്ലായിരുന്നു, കാണാൻ പറ്റുന്നില്ല. എന്നാൽ യോഹന്നാനെ നമ്മൾ കാണുന്നു. യേശുക്രിസ്തു തകർന്നവനായി ക്രൂശിൽ കിടക്കുന്നത്, ചോര വാർന്നൊലിച്ച് ശരീരം മുറിക്കപ്പെട്ടവനായി, ക്ഷീണിതനായി, യെശയ്യാപ്രവാചകന്റെ ഭാഷയിൽ പറഞ്ഞാൽ കണ്ടാൽ ആളല്ലാത്ത രൂപത്തിൽ ക്രൂശിൽ ഒരു മാംസപിണ്ഡം പോലെ 2 കള്ളന്മാരുടെ ഇടയിൽ കിടക്കുന്നത് കണ്ടത് ഈ യോഹന്നാനാണ്. ഈ യോഹന്നാൻ സുവിശേഷം നിമിത്തം, യേശു നിമിത്തം, ഡൊമിഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ യോഹന്നാനെ പിടിച്ച് തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്തിട്ടു. നമ്മൾ അടുത്ത ദിവസങ്ങളിൽ യോഹന്നാനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ആ ഭാഗം ചിന്തിക്കുന്നതാണ്. ഇന്ന് നമ്മൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, എങ്കിലും ഒരു തുടക്കം എന്ന പോലെ 1-2 കാര്യങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗത്തുനിന്ന് പിന്മാറി ഈ പുസ്തകത്തിൻ്റെ വെളിപ്പാടിനെ കുറിച്ച് ഞാൻ ഓർപ്പിച്ച് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കും. തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് യോഹന്നാനെ ഇട്ടെങ്കിലും പച്ചവെള്ളത്തിൽ കിടക്കുന്നത് പോലെ യോഹന്നാൻ കിടന്നു. രോമം പോലും കത്തിയില്ല, യോഹന്നാന്റെ സ്കിന്ന് വാടിയില്ല, മാംസം വെന്തില്ല, അസ്ഥി ഉരുകിയില്ല. അവിടുന്ന് വറച്ചട്ടിക്കകത്ത് ഒരു കോഴിയെ വറുത്ത് അതിൻ്റെ തവി കൊണ്ട് കോരിയെടുക്കുന്ന പോലെ യോഹന്നാനെ കോരിയെടുക്കാൻ, കരിയാക്കാൻ, കരിക്കട്ടയാക്കാൻ നോക്കിയ സ്ഥാനത്ത് ഒരു പോറല് പോലും, ഒരു മങ്ങല് പോലും, ഒരു രോമം പോലും കരിയാതെ യോഹന്നാൻ ആ തിളയ്ക്കുന്ന, വെട്ടിത്തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് കിടക്കുന്നത് കണ്ട് അവനെ അവിടുന്ന് പുറത്തു കൊണ്ടുവരികയാണ്. എന്നാൽ ഡൊമിഷ്യന്റെ കാലഘട്ടത്തിൽ തന്നെ, അതേ സമയത്ത് തന്നെ യോഹന്നാനെ അവസാനത്തെ ശിക്ഷയായ, അന്നത്തെ കാലത്തെ അവസാനത്തെ ശിക്ഷയായ പത്മോസിലേക്ക് യോഹന്നാനെ നാട് കടത്തുന്നു. അവിടെ ഒരു കുഴപ്പം, പത്മോസിലേക്ക് നാട് കടത്തിയ ആരും പിന്നെ തിരികെ വന്നിട്ടില്ല. അവിടെ വലിയ കഴുകക്കൂട്ടങ്ങളും നദിയിൽ നിന്ന് കയറി വരുന്ന മൃഗങ്ങളും കുറ്റിക്കാടുകളും പാറക്കെട്ടുകളുമുള്ള ഒരു സ്ഥലമാണ് പത്മോസ്. ചുറ്റോട് ചുറ്റും വലിയ ദ്വീപുകളാണ്. ഒരു മനുഷ്യന് നീന്തി കയറാൻ പോലും പറ്റാത്ത നിലയിലുള്ള ഒരു സ്ഥലം. ഇവിടേക്ക് നാട് കടത്തി വിട്ടാൽ ആ കുറ്റവാളി അവിടെ കിടക്കുക മാത്രമല്ല, അവൻ ക്ഷീണിതനാവും. കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ നല്ല ആഹാരമില്ല. അവിടെ കഴിക്കാൻ ആഹാരമോ നല്ല കുടിക്കാൻ വെള്ളമോ ഇല്ലാതെ ആ ദ്വീപിൽ കിടന്ന് കഷ്ടപ്പെട്ട് അവശനായി ക്ഷീണിതനായി വീഴും. ആ സമയത്ത് നല്ല കഴുകന്മാർ ഒരു മനുഷ്യന്റെ ശരീരത്തെ ഉടലോടെ കൊത്തിയെടുക്കത്തക്ക നിലയിൽ ത്രാണിയുള്ള, ആരോഗ്യമുള്ള, ചുണ്ടുകളുള്ള, നഖങ്ങളുള്ള കഴുകക്കൂട്ടങ്ങൾ പറന്നിറങ്ങി ജീവനോടെ കിടക്കുന്ന മനുഷ്യനെ കൊത്തിപ്പറിച്ച് തിന്നുന്ന ഒരു സ്ഥലമാണ് പത്മോസ് എന്ന് പറയുന്നത്. ഈ പത്മോസിലേക്കാണ് യോഹന്നാനെ നാട് കടത്തി ഡൊമിഷ്യനും കൂട്ടരും ആഗ്രഹിച്ചത്. ഇവൻ ജീവനോടെ പക്ഷികൾക്ക് ഇരയായി, തീറ്റയായി മാറണം, ജീവനോടെ ഇവൻ നരകിച്ച് മരിക്കണം. ഇതിനു വേണ്ടിയാണ് ഈ ദ്വീപിലേക്ക് നാട് കടത്തിയത്. ഇതിനു മുമ്പ് അനേകരും ആ ദ്വീപിൽ വീണിട്ടുണ്ടാകാം, അനേകരുടെ മാംസങ്ങൾ അളിഞ്ഞു കിടപ്പുണ്ടാകാം. നാറ്റമുള്ള സ്ഥലമാണ്. പക്ഷികൾ കൊത്തിപ്പറിച്ച് തിന്നുകൊണ്ടിരിക്കുന്ന അനേക മാംസക്കൂട്ടങ്ങൾ ചിലപ്പോൾ അവിടെ ഉണ്ടാകാം.
അതിൻ്റെ ഇടയ്ക്കാണ് ഭക്തനായിരിക്കുന്ന വയോവൃദ്ധനായിരിക്കുന്ന ക്രിസ്തു വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന യോഹന്നാനെ കൊണ്ട് എറിഞ്ഞത്. അവിടെ കിടന്ന് സ്വാഭാവികമായി മാനുഷിക അർത്ഥത്തിൽ യോഹന്നാൻ ചിന്തിച്ചു കാണും, ഞാൻ ഇവിടം കൊണ്ട് തീർന്നു, ഇവിടം കൊണ്ട് ഞാൻ അവസാനിച്ചു. പക്ഷേ ഒന്നാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ വാക്യത്തിൽ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി എന്ന് പറഞ്ഞാൽ പ്രതിസന്ധികൾക്കിടയിൽ കർത്തൃദിവസം വന്നപ്പോൾ യോഹന്നാൻ ആരായി മാറി? ആത്മവിവശതയുള്ളവനായി മാറി. കർത്തൃദിവസം അത് പഠിക്കേണ്ട വിഷയമാണ്. അടുത്ത ദിവസം നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കും, എന്താണ് കർത്തൃദിവസം എന്നുള്ളത്. ഞാൻ ഇപ്പോൾ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല, നിങ്ങൾ അടുത്തുള്ള എപ്പിസോഡുകൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ കർത്തൃദിവസത്തിൽ ആത്മവിവശനായി ആ സമയത്ത് യേശു അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. യേശു കർത്താവ് പ്രത്യക്ഷപ്പെട്ടിട്ട് യോഹന്നാനോട് പറയുകയാണ്, 11-ാമത്തെ വാക്യം, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഈ വാക്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ എടുത്ത് വായിക്കണം കേട്ടോ. എല്ലാം ഒന്നും എനിക്ക് വായിച്ചു തരാൻ പറ്റിയില്ലെന്ന് വരാം, പക്ഷെ റെഫറൻസ് പറയുമ്പോൾ അത് അങ്ങനെ തന്നെയോ എന്ന് നിങ്ങൾ അത് ആരായണം, അത് ചിന്തിക്കണം, അത് പഠിക്കണം. 1-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ കർത്തൃദിവസത്തിൽ ആത്മവശനായ യോഹന്നാനോട് കർത്താവ് പറയുകയാണ്, നീ കാണുന്ന ഒരു പുസ്തകത്തിൽ എഴുതി. അപ്പോൾ ഇതിൻ്റെ എഴുത്തുകാരനാണ് ആര്? യോഹന്നാൻ. ഗ്രന്ഥകർത്താവല്ല, എഴുത്തുകാരൻ. അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ പൗലോസ് കാരാഗ്രഹ ലേഖനങ്ങൾ എഴുതിയത് നമുക്കറിയാം. പല ലേഖനങ്ങളും കാരാഗ്രഹ ലേഖനങ്ങൾ ഉണ്ടെങ്കിൽ പലതും പൗലോസ് എഴുതിയതല്ല, എഴുതിച്ചതാണ്. എന്നതുപോലെ പൗലോസ് പറയുന്നു, മറ്റൊരാൾ എഴുതുന്നു. ഇവിടെയും യേശു കർത്താവ് പറയുന്നു, അതിൻ്റെ ഗ്രന്ഥകർത്താവ് പൗലോസ് എന്നതുപോലെ ഇവിടെ യേശു ക്രിസ്തു ഗ്രന്ഥകർത്താവായി നിന്നുകൊണ്ട് യോഹന്നാനെ കൊണ്ട് എഴുതിക്കുക. അതുകൊണ്ടാണ് ഈ 1-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതുക. അങ്ങനെ യോഹന്നാനെയും കൊണ്ട് എഴുതിച്ച തപ്പിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് പിന്നെ ചിന്തിക്കാം. യോഹന്നാനെയും കൊണ്ട് എഴുതിച്ച ഒരു വെളിപ്പാട് പുസ്തകമാണ് ഈ പുസ്തകം. വെളിപാടല്ല, വെളിപ്പാട്. ചില ആളുകളൊക്കെ പറഞ്ഞ കണ്ട് വെളിപാടെന്ന് പറഞ്ഞു. വെളിപാടല്ല. വെളിപാട് 4:8, വെളിപാട് 9:10 എന്നൊക്കെ പറഞ്ഞ കേട്ടില്ലേ? വെളിപാടല്ല, അത് തിരുത്തണം. വെളിപ്പാടാണ്. വെളിപ്പാട്. അപ്പൊ യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ വ്യക്തതയോടുകൂടെ പറയുന്നു ഇത് ആരുടെ വെളിപ്പാടാണെന്ന്. ഈ 1-ാം അധ്യായത്തിന്റെ തലക്കെട്ട് യോഹന്നാൻ ഉണ്ടായ വെളിപ്പാട് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും വാസ്തവത്തിൽ അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ വ്യക്തതയോടുകൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഇത് യോഹന്നാന്റെ വെളിപ്പാടല്ല, അവൻ തൂലിക ചലിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വെളിപ്പാട് 1:1 കാണുന്നു, ഇത് യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ്. മറ്റൊന്ന്, ഈ പുസ്തകത്തിന് 3 ഘട്ടങ്ങളായി തിരിക്കാം. 1 ഭൂതകാലം, 2 വർത്തമാനകാലം, 3 ഭാവികാലം. വെളിപ്പാട് പുസ്തകത്തിൽ 1-ാം അധ്യായം 19-ാമത്തെ വാക്യം അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഭൂതകാലം നീ കണ്ടത്. യോഹന്നാനോട് പറയാ, നീ കണ്ടത് ഭൂതകാലം. വർത്തമാനകാലം ഇപ്പോൾ ഉള്ളത്, ഇപ്പോൾ നടന്നുകൊണ്ട് ഇരിക്കുന്നത്. നീ കണ്ടത്, കഴിഞ്ഞു പോയത് ഭൂതകാലം. വർത്തമാനകാലം ഇപ്പോൾ ഉള്ളത്. ഭാവികാലം മേലാൽ സംഭവിപ്പാനുള്ള കാര്യങ്ങൾ, മേലാൽ സംഭവിക്കാനുള്ള കാര്യങ്ങൾ. അപ്പം വെളിപ്പാട് പുസ്തകത്തെ 3 തരത്തിൽ തിരിച്ച് കാറ്റഗറിയായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ, മുന്നിൽ നീ കണ്ടത്, 2 ഇപ്പോൾ ഉള്ളത്, 3 മേലാൽ സംഭവിപ്പാൻ പോകുന്ന കാര്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം നീ കണ്ടതാണ്. യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടിൽ യോഹന്നാൻ കണ്ടു. ആരെ കണ്ടു? യേശുവിനെ കണ്ടു. യേശുക്രിസ്തുവിനെ കണ്ട കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ 12 മുതലുള്ള കാര്യങ്ങൾ, എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണാൻ ഞാൻ തിരിഞ്ഞു. 1-ാം അധ്യായം 12. ഒരു ശബ്ദം കേട്ടില്ലേ?
കർത്തൃദിവസത്തിൽ യോഹന്നാൻ ആത്മവശനായില്ലേ? അപ്പോൾ കർത്താവ് ഇവിടെ വന്നില്ലേ? വന്നപ്പോൾ കർത്താവ് എന്തോ പറഞ്ഞേ? നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എന്ത് ചെയ്യുക? എഴുതി വെക്കുക. അപ്പോൾ കണ്ടു. ആ കണ്ടത് എന്തെന്ന് കാണാൻ യോഹന്നാൻ തിരിഞ്ഞു നോക്കി. അവിടെ കാണുന്നത് 13-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ യോഹന്നാൻ കണ്ടതിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. എന്താണ് കണ്ടത്? തിരിഞ്ഞു നോക്കിയപ്പോൾ, അല്ലെങ്കിൽ തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളുടെയും നിലവിളക്കുകളുടെ നടുവിൽ നീലയങ്കി ധരിച്ചും മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സാദൃശ്യമായവനെയും കണ്ടു. അപ്പം യോഹന്നാൻ കണ്ടത് അവിടെ എഴുതിയിട്ടുണ്ട്. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും കണ്ണ് അഗ്നിജാലയ്ക്കൊത്തത് ഒത്തതുമായിരുന്നു. കാല് ഉലകി ചുട്ടുപഴിപ്പിച്ച വെള്ളോടിന് സാദൃശ്യവും. അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു. ഇനി യോഹന്നാൻ കണ്ടത് എന്താണ്? 16-ാം വാക്യം. അവന്റെ വലം കൈയിൽ 7 നക്ഷത്രം ഉണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുമ്പ് വാൽത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖമോ സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. 17-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന, അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അപ്പോൾ യോഹന്നാൻ എന്ത് ചെയ്തു? കണ്ടു. കണ്ടതാണ് 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ഉള്ളത്, അടുത്തത് ഇപ്പോൾ ഉള്ളതാണ്, വർത്തമാനകാലമാണ്. അത് 2-ാം അധ്യായത്തിൽ 3-ാം അധ്യായത്തിൽ ഈ 7 സഭകളെ കുറിച്ച് കാണുമ്പോൾ അവിടെ 11-ാമത്തെ വാക്യം, 1-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ആ 7 സഭകളുണ്ട്. അതൊക്കെ നമുക്ക് ഡീപ്പായിട്ട് നമുക്ക് പിന്നീട് പഠിക്കാം. ഇതൊരു മുഖവര ആയതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ഉള്ളത്, വർത്തമാനത്തിലുള്ളത്, ആ സഭകളെ കുറിച്ച്, ആസിയയിലെ സഭകൾ, 7 സഭകൾ, അവരുടെ കുറവുകൾ, അവരുടെ നന്മകൾ, നല്ല വശങ്ങൾ, ശാസനകൾ, അപ്പോൾ തന്നെ അവരെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന, അവരെ ഉയർത്തി പറയുന്ന വാക്കുകൾ ഒക്കെ നമുക്കവിടെ കാണാൻ കഴിയും. അപ്പോൾ രണ്ടാമത് ഇപ്പോൾ ഉള്ളത് ഈ പുസ്തകത്തിൽ ഉണ്ട്. 3-ാമത്തെ ഒരു ഭാഗമാണ് മേലാൽ സംഭവിപ്പാനുള്ള കാര്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 5-ാമത്തെ അധ്യായം മുതൽ മേലാൽ സംഭവിപ്പാനുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 5-ാം വാക്യത്തിൽ, ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ട പുസ്തകം കണ്ടു. യോഹന്നാൻ കാണുകയാണ്. വരുവാനിരിക്കുന്ന കാര്യങ്ങൾ അവിടെ ആരംഭിക്കുക. ഈ ഭൂമിയിൽ മേലാൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അവിടെ കാണുക. കർത്താവ് നമുക്ക് ആയുസ് തന്നാൽ, സമയം തന്നാൽ, കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ നമ്മൾ അതിന് ഓരോ ഭാഗങ്ങളും എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ മുഖവര ആയതുകൊണ്ട് മാത്രം അങ്ങനെ പറഞ്ഞ് ഞാൻ വിടുകയാണ്. ആ പുസ്തകം തുറപ്പാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ ആരുള്ളൂ എന്ന അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെയും കണ്ടു. പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. ഓക്കെ, അവിടെയാണ് മേലാൽ സംഭവിപ്പാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് എഴുതി വച്ചിരിക്കുന്ന ഒരു ബുക്ക്, ഒരു പുസ്തകം, അത് മുദ്ര ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ മുദ്ര പൊട്ടിക്കാൻ ആരുണ്ട് എന്ന് ചോദിച്ചു. ആരെയും കാണുന്നില്ല. ശക്തനായൊരു ദൂതനാ ചോദിക്കുന്നത്, ആരെയും കണ്ടില്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? പുസ്തകം തുറന്ന് വായിക്കാനും അത് നോക്കിയെങ്കിലും അത് നോക്കാനും കഴിയാതെ അവിടെ ഒരു വലിയ പ്രയാസം യോഹന്നാൻ നേരിടുകയാണ്. എന്നാൽ അവിടെ ഈ 5-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് കരയണ്ട. യോഹന്നാൻ കരഞ്ഞു. ആ പുസ്തകം പൊട്ടിക്കുവാൻ, അതിൻ്റെ മുദ്ര അഴിപ്പാൻ ആരും ഇല്ലാതെ വന്നപ്പോൾ എന്ത് ചെയ്തു? കരഞ്ഞു. അപ്പോൾ ഇവിടെ ദൂതൻ, മൂപ്പന്മാരിൽ ഒരുത്തൻ തന്നോട് പറയുകയാണ്, കരയണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ. ഓ ഹല്ലേലൂയ! യഹൂദാ ഗോത്രത്തിന്റെ സിംഹം, ദാവീദിന്റെ വേരുമായവൻ ആരാണ്? സാക്ഷാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. പുസ്തകവും അതിൻ്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു.
കരഞ്ഞ യോഹന്നാനോട് പറയുകയാണ്, കരയണ്ട, ദാവീദിന്റെ വേരും യഹൂദ ഗോത്രത്തിന്റെ സിംഹവുമായവൻ പുസ്തകം തുറപ്പാനും അതിൻ്റെ 7 മുദ്രകളും പൊട്ടിക്കാനും യോഗ്യത പ്രാപിച്ചിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, വരുന്ന കാലത്ത് ഈ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ വെളിപ്പെടുത്തേണ്ടതിന്, ഈ ഭൂമിയിൽ എന്ത് സംഭവിക്കും, ഈ ഭൂമിയുടെ അന്ത്യം എങ്ങനെയായിരിക്കും, ഇവിടെയുള്ള ജാതികളുടെ, യഹൂദന്റെ, അപ്പോൾ തന്നെ ഒരു ദൈവ പൈതലിന്റെ, മണവാട്ടിയുടെ അവസ്ഥ എങ്ങനെയായിരിക്കും, പുതിയ ആകാശം എങ്ങനെ, പുതിയ ഭൂമി എങ്ങനെ, പഴയതിൻ്റെ അവസ്ഥ എങ്ങനെ, ഈ വക കാര്യങ്ങളെക്കുറിച്ചും ഒരു ഏക ഭരണം കടന്നു വരുന്നതിനെ കുറിച്ചും ക്രിസ്തു രാജാവായി യഹൂദ ഗോത്രത്തിന്റെ സിംഹമായി ദാവീദിന്റെ വേരുമായവൻ ഈ ഭൂമിയെ ഭരിക്കുന്നതിനെ കുറിച്ചും വരുവാൻ പോകുന്ന, ഒന്നുകൂടെ പറഞ്ഞാൽ മേലാൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് തിട്ടമായി വ്യക്തമായി യോഹന്നാന് പറഞ്ഞു കൊടുത്ത പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. അതുകൊണ്ട് ഈ പുസ്തകം യോഹന്നാന്റെ വെളിപ്പാടല്ല, ക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. ക്രിസ്തു മുഖാന്തരം, ക്രിസ്തു വഴി പിതാവാം ദൈവം യോഹന്നാന് പറഞ്ഞു കൊടുത്ത പുസ്തകമാണ് ഈ വെളിപ്പാട് പുസ്തകം. അപ്പം വെളിപ്പാട് പുസ്തകത്തിന്റെ ഗ്രന്ഥകർത്താവ് ആരാണെന്ന് നിങ്ങൾക്ക് പിടികിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. ഇതിൻ്റെ ഗ്രന്ഥകർത്താവ് യേശുക്രിസ്തുവാണ്. എന്നാൽ ഇത് രചിച്ചത് യോഹന്നാൻ അപ്പോസ്തലനാണ്. യോഹന്നാൻ അപ്പോസ്തലൻ ഇത് എഴുതിയത് ആസിയയിലെ 7 സഭകൾക്ക് വേണ്ടിയാണ്. യേശു കർത്താവ് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ യോഹന്നാൻ എഴുതിയെന്ന് കാണും. സുവിശേഷ സംബന്ധമായി അവനെ കൊന്നുകളയാൻ, അല്ലെങ്കിൽ അവൻ തീരണം എന്ന് വെച്ച് ഡൊമീഷ്യൻ ചക്രവർത്തിയാണ് യോഹന്നാനെ എന്ത് ചെയ്ത് പത്മോസിലേക്ക് നാട് കടത്തിയത്. എന്നാൽ പത്മോസിന്റെ ഏകാന്തതയിൽ കർത്തൃദിവസത്തിൽ അവൻ ആത്മവിവശനായപ്പോൾ യേശു അവൻ്റെ അടുക്കൽ ഇറങ്ങി വന്നിട്ട് കഴിഞ്ഞുപോയതും ഇപ്പോൾ ഉള്ളതും മേലാൽ സംഭവിക്കാൻ പോകുന്നതും, ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലം സഭയ്ക്കുള്ളത് വെളിപ്പെടുത്തി കൊടുത്ത ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകം, ഇതിൻ്റെ അർത്ഥം, വെളിപ്പാട് പുസ്തകത്തിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന അർത്ഥം വെളിപ്പെട്ടു വരിക, മറ്റൊന്ന് പ്രത്യക്ഷമാകുക, മറ്റൊന്ന് അനാച്ഛാദനം ചെയ്യുക, അല്ലെങ്കിൽ തിരശീല നീക്കുക എന്നാണ് വെളിപ്പാടിൻ്റെ അർത്ഥം. മലയാളത്തിൽ അതിനുള്ള അർത്ഥം അതാണ്. ഇപ്പൊ യോഹന്നാൻ എന്ത് ചെയ്യുന്നു? അനാച്ഛാദനം ചെയ്തു കൊടുക്കുന്നു, അല്ലെങ്കിൽ തിരശീല നീക്കി കൊടുക്കുന്നു. ഒരു കാര്യം മറഞ്ഞിരിക്കുന്നതിനെ മറ നീക്കിയിട്ട് അതിനെ വെളിപ്പെടുത്തി കൊടുക്കുന്ന പോലെ. നമ്മൾ കണ്ടിട്ടില്ലേ, റോഡ് പണി കഴിയുമ്പോൾ കല്ല് ഇട്ട് അനുച്ഛാദനം ചെയ്യുന്ന കണ്ടിട്ടില്ലേ? ഒരു വീട് അല്ലെങ്കിൽ ഒരു ബിൽഡിങ് പണിയുമ്പോൾ, ഒരു സൊസൈറ്റി, ഒരു കോർപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ബിൽഡിങ് പണിയുമ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ നേരത്ത് അതിൻ്റെ പുറകിൽ അധ്വാനിച്ചവരുടെ പേരുകളൊക്കെ എഴുതി ആ ഉദ്ഘാടനം ചെയ്യുന്ന വർഷം, സമയമൊക്കെ എഴുതി വെക്കുന്ന ഒരു അനുച്ഛാദനം ചെയ്യുന്ന ബോർഡ് കണ്ടിട്ടില്ലേ? എന്നതുപോലെ ആ ഉദ്ഘാടന സമയത്ത് ഉദ്ഘാടന കർമ്മം നടത്തുന്ന ആള് ആ കല്ലിൽ മൂടി വെച്ചിരിക്കുന്ന ഒരു കർട്ടൻ പോണക്കുള്ള തുണി അത് നീക്കി കൊടുക്കുമ്പോൾ അതിലെഴുതിയിരിക്കുന്നത് പുറത്തുള്ളവർ കാണുന്നത് പോലെ വർഷങ്ങളായി പിതാവ് മറച്ചു വെച്ചത് പുത്രനിൽ കൂടെ യോഹന്നാന് തിരശീല നീക്കി എന്ത് ചെയ്യാണ്? അത് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്, വെളിപ്പെട്ടു വരികയാണ്, പ്രത്യക്ഷമാകുകയാണ്, അനുച്ഛാദനം ചെയ്യുകയാണ്, തിരശീല നീക്കുകയാണ്. ഇതാണ് ഈ പുസ്തകത്തിൽ കൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഈ എപ്പിസോഡ് തീരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാട്ടി ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുക. തിരുവചനത്തിൽ വിവിധ സ്ഥലത്ത്
വെളിപ്പാടിനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. എഴുതിയെടുക്കേണ്ടവർക്ക് എഴുതിയെടുക്കാം. വെളിപ്പാടിനെ കുറിച്ച് തിരുവചനത്തിൽ വിവിധ സ്ഥലത്ത് സൂചിപ്പിക്കുന്നു. 5 വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തന്ന ഈ ക്ലാസ് അവസാനിപ്പിക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട്. അപ്പം ഈ വെളിപ്പാട് ആരുടെയാണ്? യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട്. റോമാലേഖനത്തിൽ 8-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ വെളിപ്പെടുവാനുള്ള നിത്യ തേജസ് എന്നെഴുതിയിട്ടുണ്ട്. അപ്പൊ വെളിപ്പെടാനുള്ള നിത്യ തേജസ്. റോമാലേഖനം 8-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ ദൈവപുത്രന്മാരുടെ പ്രത്യക്ഷതകൾ വെളിപ്പെട്ട് വരിക, ദൈവപുത്രന്മാർ പ്രത്യക്ഷപ്പെട്ടു വരുന്നു, ആ വിഷയത്തെക്കുറിച്ച് അവിടെ കാണാൻ കഴിയും. ലൂക്കോസ് 2:30 യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചൊരു വെളിപ്പാട് അവിടെ വെളിപ്പെട്ട് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ റോമാലേഖനം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ അന്ത്യകാലത്ത് വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ നീതി എന്നതിനെക്കുറിച്ച് കാണാൻ കഴിയും. അപ്പൊ 5 വാക്യങ്ങൾ വെളിപ്പെട്ട് വരിക, വെളിപ്പാട്, വെളിച്ചത്ത് വരിക എന്നതിനെക്കുറിച്ച് 5 വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തന്നു. ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ 5 വാക്യങ്ങൾ വായിക്കണം. അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും വേദപുസ്തകത്തിൽ വെളിപ്പെട്ട് വരിക, വെളിപ്പെട്ടു, അല്ലെങ്കിൽ നിത്യ തേജസ് വെളിപ്പെടും, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് എന്ന് ബന്ധപ്പെടുത്തി എഴുതിയിരിക്കുന്ന 5 വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാൻ ഉണ്ടായ വെളിപ്പാട്, യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് എന്നാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ ക്ലാസ് മനസ്സിലായി എന്ന് ചിന്തിക്കുന്നു. ഒന്നാമത്തെ ഈ പാർട്ട് 1 ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ആവർത്തിച്ചത് കേൾക്കുക, ആവർത്തിച്ച് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റ് താഴോട്ടുള്ള ഭാഗങ്ങൾ ചിന്തിക്കാനും പഠിക്കാനും ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.